രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരു വൻ ശക്തിയുണ്ട്. ഈ ശക്തി എന്ന് പറയുന്നത് ഡ്രഗ്സ് മാഫിയ തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. ഈ രാസലഹരിക്കെതിരെ എന്തെങ്കിലും ഒരു സമരമെങ്കിലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നടത്തിയതായിട്ട് പറയാൻ പറ്റുമോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും ഒക്കെ സാമ്പത്തിക സ്രോതസ് എന്താണ്? ഇവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നിരന്തരമായി എന്തിനാണ് വിദേശ രാജ്യത്തേക്ക് പോകുന്നത്? ഇവിടെയല്ലേ പോരാട്ടങ്ങൾ നടത്തേണ്ടത്? കെ കരുണാകരൻ അല്ല പത്മജ വേണുഗോപാലിന്റെ തന്ത എന്ന് പരസ്യമായി പത്രസമ്മേളനത്തിൽ പറയാൻ മാത്രം ധൈര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടുന്ന് വന്നു. ആ ധൈര്യത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നതാണ് ഈ ഡ്രഗ്സ് മാഫിയ. രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയാണ് പാലക്കാട് നഗരസഭയിൽ ഭൂരിപക്ഷം കിട്ടിയത്? നമസ്കാരം. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തില് ഇത്രയൊക്കെ നിയമ സംവിധാനങ്ങളെ വെട്ടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരായിരിക്കും? ലൂസിഫർ സിനിമ ഇറങ്ങിയപ്പോൾ അതിനകത്തൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, ബോബി. ബോബിയെ സംബന്ധിച്ചിട്ട് ബോബി ഒരു മയക്കുമരുന്ന് മാഫിയുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. കേരളത്തിൽ മയക്കുമരുന്ന് ഒഴുക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് മാഫിയയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി കേരളത്തിൻ്റെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു കഥാപാത്രമായിരുന്നു ബോബി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോബിയെ നമുക്ക് ഓർമ്മ വരുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഷാഫിയുടെയും പ്രവർത്തനം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. കാരണം പണ്ടൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുമായിരുന്നു ഈ അമേരിക്കൻ സാമ്രാജ്യത്വം നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കും എന്നൊക്കെ. പക്ഷെ ഒരു പരിധിവരെ അത് സത്യമാണ്. നമ്മളൊരു വിഷയത്തെ സമീപിക്കുന്ന സമയത്ത് നോക്കൂ, ഇന്ത്യയുടെ അത്രയും കൂടുതലായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലം ഈ ലോകത്ത് മറ്റൊരിടത്തും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ചൈന ഉൽപ്പാദിപ്പിക്കുന്ന മൊബൈലുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊബൈലുകളുടെ അതിപ്രസരം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങളുണ്ട്. അതായത് ഈ മൊബൈലുകളിലെ ഒരുപാട് ഗെയിമിംഗ് ആപ്പുകൾ, കാർട്ടൂണുകൾ, ഇതൊക്കെ ഒരു വലിയ മൊബൈൽ അഡിക്ഷനിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു പുതിയ തലമുറയെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. പണ്ട് സലീം കുമാർ ഒരു പ്രോഗ്രാമിൽ പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. സിനിമാ നടൻ സലീം കുമാർ, ഇത് പുതിയ തലമുറയുടെ അല്ലെങ്കിൽ 2K കിഡ്സിന്റെ കാലഘട്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വേദിയിലിരുന്നു കൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കിയത് ഉപയോഗിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്തു എന്ന് പറയാൻ സാധിക്കുന്ന എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന്? കേരളത്തിലെ ചെറുപ്പക്കാരെ നോക്കിയിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ അത് ഇന്ത്യയിലുള്ള മുഴുവൻ ചെറുപ്പക്കാരോടുമുള്ള ഒരു ചോദ്യമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. ഇവിടെ രാഹുൽ മാങ്കൂട്ടം, അതായത് മൊബൈൽ അഡിക്ഷനുള്ള അല്ലെങ്കിൽ കാർട്ടൂണുകളോടും ഗെയിമുകളോടും ഒക്കെ അഡിക്ഷനുള്ള അല്ലെങ്കിൽ കാർട്ടൂൺ കണ്ടു വളർന്നിട്ടുള്ള ആ കാർട്ടൂൺ കഥാപാത്രത്തെ ഹീറോമാരെ അനുകരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഒക്കെ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ പിന്നിൽ ഒരു വൻ ശക്തിയുണ്ട്. ഈ ശക്തി എന്ന് പറയുന്നത് ഡ്രഗ്സ് മാഫിയ തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. കഴിഞ്ഞ ഒരു കുറെ കാലഘട്ടമായിട്ട്, ഒരു 10 വർഷമായിട്ട് കേരളത്തിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാസലഹരിയുടെ ഉപയോഗം ചെറുപ്പക്കാരിൽ, അത് നമ്മൾ കാണാതെ പോകരുത്. ഈ രാസലഹരിക്കെതിരെ എന്തെങ്കിലും ഒരു സമരമെങ്കിലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നടത്തിയതായിട്ട് പറയാൻ പറ്റുമോ? ഒരു പരിപാടിയെങ്കിലും നടത്തിയതായിട്ട് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നതിന് ശേഷം ഈ ലഹരിക്കെതിരെ എന്തെങ്കിലും ഒരു പരിപാടി, കാരണം ലഹരിയുടെ ഉപയോഗം സംസ്ഥാനത്ത് ഇത്രയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ യുവജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടോ? പേരിനെങ്കിലും ഇല്ലല്ലോ. അപ്പോൾ നമ്മളുടെ സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും ഒക്കെ സാമ്പത്തിക സ്രോതസ് എന്താണ്? ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കച്ചവടത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നടത്തുന്ന മെഡിക്കൽ ഷോപ്പ് ശൃംഖലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നടത്തുന്ന കിഡ്സ് വെയർ ഷോപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നടത്തുന്ന ഒരു ബ്യൂട്ടി പാർലർ ശൃംഖലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു സാമ്പത്തിക നേട്ടം, ഒരു വരുമാനം ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ആ പണത്തിന്റെ സ്രോതസ്സാണ് നമുക്കറിയേണ്ടത്. ആ പണത്തിന്റെ സ്രോതസ് അന്വേഷിച്ച് സംസ്ഥാനത്തെ എക്കണോമിക് ഒഫൻസുകൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘമോ ഇഡിയോ ഇൻകം ടാക്സോ ഒക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് അവസാനം എത്തി നിൽക്കുക ഈ കേരളത്തിലെ ഡ്രഗ്സ് മാഫിയയിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള വിദേശ പര്യടനങ്ങൾ, യൂറോപ്പ് പര്യടനങ്ങൾ, ഇതൊക്കെ പരിശോധിക്കപ്പെടണമെന്നേ.
ഇവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നിരന്തരമായി എന്തിനാണ് വിദേശ രാജ്യത്തേക്ക് പോകുന്നത്? ഇവിടെയല്ലേ പോരാട്ടങ്ങൾ നടത്തേണ്ടത്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ നിരന്തരമായിട്ട് വിദേശ യാത്രകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ? ഇവിടെ സംസ്ഥാനത്ത് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യേണ്ട വ്യക്തിയല്ലേ അയാൾ എന്തിനാണ് വിദേശ യാത്രകൾ നടത്തിയിട്ടുള്ളത്? അപ്പോൾ ദുരൂഹമാണ് കാര്യങ്ങൾ എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. രാഹുൽ മാങ്കൂട്ടം ഇത്രയേറെ, കാരണം നിയമ സംവിധാനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോയപ്പോൾ പോലും പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അതൊക്കെ ഒരു സൈഡിൽ നിൽക്കുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എടോ വിജയ എന്ന് ഇന്ന് വരെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ ആരെങ്കിലും എടാ എന്ന് വിളിച്ചു കേട്ടിട്ടുണ്ടോ? EMS തുടങ്ങി, അച്യുതമേനോൻ തുടങ്ങി, കെ കരുണാകരൻ, EK നയനാർ, VS അച്യുതാനന്ദൻ, എത്രയോ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവരെ ആരുടെയെങ്കിലും മുഖത്ത് നോക്കി ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CPMകാരൻ ഇന്നവരെ എടോ എന്ന് അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ? അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി. അതിനുമൊക്കെ അപ്പുറത്തേക്ക് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിടുന്ന സമയത്ത് കെ കരുണാകരൻ പത്മജ വേണുഗോപാലിന്റെ തന്തയല്ല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു പ്രസ്താവനയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കെ കരുണാകരൻ, ലീഡർ ശ്രീ കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കാരായിരുന്നു? ഇവിടുത്തെ കോൺഗ്രസിനെ പിച്ച വെച്ച് നടത്തിപ്പിച്ച, ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കേരളത്തിൽ കെട്ടിപ്പടുത്ത ആളുടെ പേരാണ് ലീഡർ ശ്രീ കെ കരുണാകരൻ എന്നുള്ളത്. ആ ലീഡർ കെ കരുണാകരൻ്റെ മകൾ BJPയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് തന്നെ തന്തയ്ക്ക് പറക്കാത്തവൾ, കെ കരുണാകരൻ അല്ല പത്മജ വേണുഗോപാലിൻ്റെ തന്ത എന്ന് പരസ്യമായി പത്രസമ്മേളനത്തിൽ പറയാൻ മാത്രം ധൈര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടുന്ന് വന്നു? ആ ധൈര്യത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നതാണ് ഈ ഡ്രഗ്സ് മാഫിയ. ഞാനത് വെറുതെ പറയുന്നതല്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ ടോക്ക് കാണുന്ന ആളുകൾ ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ചോദ്യം, നിങ്ങൾക്ക് എന്ത് തെളിവുണ്ട്? അങ്ങനെ ആയിരിക്കും എന്തായാലും ചോദിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് എന്താ സാർ? തീർച്ചയായിട്ടും പറഞ്ഞുതരാം. കാരണം തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിത ശൈലി എന്നെടുത്ത് പരിശോധിക്കൂ. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ തെറ്റായ രീതിയിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിത ശൈലിയാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു പീഡന പരമ്പരകൾ നടത്തുന്നു. പീഡന പരമ്പരകൾ നടത്തിയതിനു ശേഷം ഈ പീഡനങ്ങൾക്കൊക്കെ നിയമപരിരക്ഷ ലഭിക്കും എന്നത് ഉറപ്പുവരുത്തുന്നു. ഒരു പീഡനം നടത്തുന്നു എന്ന് മാത്രമല്ല, ഈ പീഡനങ്ങൾക്കൊക്കെ നിയമപരമായി തന്നെ ശിക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പിക്കുക കൂടി ചെയ്ത ഒരു ക്രിമിനലാണ് ഇയാൾ, ഒരു സൈക്കോപാത്താണ് ഇയാൾ. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ നശിപ്പിക്കുക, കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആക്കുക എന്ന ഒരു കൊട്ടേഷൻ ആരുടെയൊക്കെയോ കൈകളിൽ നിന്ന് ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അതിനെ പിന്തുണച്ചയാളാണ് ഷാഫി പറമ്പിൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയാണ് പാലക്കാട് നഗരസഭയിൽ ഭൂരിപക്ഷം കിട്ടിയത്? സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ടൊന്നും പാലക്കാട് നഗരസഭയ്ക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ഭൂരിപക്ഷം കിട്ടത്തില്ല. ഈ ഭൂരിപക്ഷത്തിന് പിന്നിലുള്ള കഥ എന്താണെന്നേ അത് രാഹുൽ മാങ്കൂട്ടം ഒന്ന് പരസ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഒന്ന് പരസ്യപ്പെടുത്തണം. ഷാഫി പറമ്പലിന് ലഭിക്കാത്ത, പാലക്കാട് നഗരസഭയ്ക്കകത്ത് നിന്ന് ഷാഫി പറമ്പലിന് നാളിതുവരെ ലഭിക്കാത്ത ഒരു ഭൂരിപക്ഷം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത്? ഒന്ന് ഉത്തരം പറഞ്ഞേ. കാരണം അത് BJPയുടെ വോട്ടുകളാണ് എന്ന് സമർത്ഥിച്ചേക്കാം, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ എഫക്റ്റ് ആണ് എന്ന് പറഞ്ഞേക്കാം. ഈ സന്ദീപ് വാര്യർ അവിടെ പോയി നിന്നാൽ പോലും ഈ പാലക്കാട് നഗരസഭയിൽ സന്ദീപ് വാര്യർ ലീഡ് ചെയ്യത്തില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് മത്സരിച്ച് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മറഞ്ഞിരിക്കുന്ന ഒരു ഷാഡോ മാഫിയ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര സധൈര്യമായിട്ട്, ആലോചിച്ച് നോക്കിയോളൂ, പിണറായി വിജയനെ എടോ പിണറായി വിജയ എന്ന് വിളിക്കാനും നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാനും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടല്ല രാഹുൽ മാങ്കൂട്ടം ഈ ഒളിവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാലക്കാട്ടുള്ള ജനങ്ങളൊക്കെ പറയുന്നത് എന്താണ്? ഇതുപോലെയുള്ളൊരു ലോക്കൽ കച്ചറയെ പാലക്കാടിന്റെ തലയിലേക്ക് കെട്ടിവെച്ച കോൺഗ്രസ് മാപ്പർഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ ഏഷ്യാനെറ്റിൽ പാലക്കാട് ഉള്ള ആളുകളുടെ അഭിപ്രായ സർവേ എടുക്കുന്നുണ്ട്. ആ അഭിപ്രായ സർവേയിൽ പറഞ്ഞതാണ്. അത് കൂടാതെ തന്നെ മുഴുവൻ ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നു രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന്. എന്താണ് അയാൾ രാജിവെക്കാത്തത്? ഒരു മെയിൽ ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ സ്പീക്കർക്ക്. എന്തുകൊണ്ടാണ് അയാൾ ചെയ്യാത്തത്? ഞാൻ പറഞ്ഞുവല്ലോ, കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ വലിയൊരു ഡ്രഗ്സ് മാഫിയ സംഘം തന്നെയുണ്ട്. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അടുത്തൊരു തെളിവ് കൂടെ തരാം. ഈ പെൺകുട്ടിയോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞാൻ വിചാരിച്ചാൽ 10 സെക്കൻഡ് വേണ്ട നിന്നെ കൊല്ലാനെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു, ഏത് കുഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാലും 10 സെക്കൻഡ് പോലും വേണ്ട രാസലഹരി അവൈലബിൾ ആണ് എന്നുള്ളത്.
അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരാളെ കൊല്ലാൻ 10 സെക്കൻഡ് വേണ്ട എങ്കിൽ അതിനർത്ഥം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെയുള്ളൊരു മാഫിയ നെറ്റ്വർക്ക് രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസ്സുകാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഡ്രഗ്സ് മാഫിയയുടെ ഏജന്റാണ്, ലൂസിഫറിലെ ബോബിയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രാഥമിക യോഗ്യത പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്ന് നമുക്കൊരു 100 വട്ടം പറയാൻ വേണ്ടി സാധിക്കും. ഷാഫി പറമ്പിലല്ല, ഇനി ആര് വന്ന് പറഞ്ഞാലും ഷാഫി പറമ്പിലിനെ ഇപ്പം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പാലക്കാട്ടെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇമേജ് ഒക്കെ കുറഞ്ഞു. ഷാഫി പറമ്പിൽ പാലക്കാട്ടെ ജനങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ കൊടും ചതിയാണ് ഇതുപോലെയുള്ള ഒരു സെക്ഷുവൽ സൈക്കോപാത്തിനെ പാലക്കാട്ടെ MLA ആയിട്ട് നിൽക്കുന്നത്. ഇന്നിപ്പോൾ പാലക്കാട്ടുകാർക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ചെന്നിട്ട് ഞാൻ പാലക്കാട്ടുകാരാന്ന് പറയാൻ പറ്റുമോ? ഈ ഷാഫിയുടെ തന്നെ കഴിഞ്ഞ ദിവസത്തെ കോൺഫിഡൻസ് എന്തായിരിക്കും എന്നറിയാമോ? ജാമ്യം കിട്ടുമെന്നുള്ളത്. കാരണം പാലക്കാട് നിന്നുള്ള മജിസ്ട്രേറ്റാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അവർ വിചാരിച്ചിരുന്നു, അതായത് ഷാഫിയും രാഹുലും ഒക്കെ വിചാരിച്ചിരുന്നു ഒരുപക്ഷെ അവർ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന്. ഒരു സെഷൻസ് ജഡ്ജിനെയൊക്കെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെയല്ലേ പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഷാഫി കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിരുന്നത് ജാമ്യം കിട്ടും, ജാമ്യം കിട്ടിയില്ലെങ്കിൽ മാത്രം പുറത്താക്കിയാൽ മതിയെന്ന്. ഷാഫിയുടെ ആ കോൺഫിഡൻസ് നമുക്ക് ഇപ്പോഴാണല്ലോ മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി ഈ ജയശങ്കർ വക്കീലാണ് ഇതാദ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ആളുകളോട് പറയുന്നത്. പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ പെട്ടിട്ടുള്ള ആളാണ് തിരുവനന്തപുരത്ത് സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അവര് തന്നെ ആ ജാമ്യാപേക്ഷ എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു. അത് കാലത്തിന്റെ കാവ്യനീതി എന്നല്ലാണ്ട് വേറെന്താണ് പറയാൻ സാധിക്കുക? കാരണം പാലക്കാടുകാർക്ക് പറ്റിയൊരു തെറ്റ് പാലക്കാട്ടുകാരിയായിട്ടുള്ള ഒരു സെഷൻസ് ജഡ്ജ് തന്നെ തിരുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാവാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ ഇനി നാളെ വലിയൊരു ബിസിനസ് രാജാവൊക്കെ ആയിട്ട് ഇവിടെ വന്നേക്കാം. കാരണം കോടികളുടെ സ്വത്ത് ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനം പോയാലും രാഷ്ട്രീയം പോയാലും ഇനി ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഒരു തലമുറയെ വഴിതെറ്റിക്കാൻ നോക്കിയൊരു വ്യക്തിയാണ്. ഒരു തലമുറയിലേക്ക് വളരെ ലൈംഗിക വൈകൃതമുള്ള ഒരു ക്യാരക്ടർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച, ഒരു കൾച്ചർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഇയാൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് മാഫിയയുടെ ഏജന്റാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന പോലീസും നാർക്കോട്ടിക്സ് വിങ്ങും ഒക്കെ പ്രത്യേക അന്വേഷണം നടത്തേണ്ടതുണ്ട്. NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇയാളുടെ വിദേശ യാത്രകൾ, ഗൾഫ് യാത്രകൾ, യൂറോപ്പ് യാത്രകൾ ഒക്കെ കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു കൊടും ഭീകരനെ, അതായത് ഒരു കൊടും ക്രിമിനലിനെ കേരളത്തിന് കൃത്യമായിട്ട് ബോധ്യപ്പെടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.